ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ സമയം എന്ത് ഏഞ്ചൽ മെസ്സേജാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ മെസ്സേജ് റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളോട് ചെയ്യേണ്ടത് ഒരു 3 തവണ ശ്വാസം വലിച്ച് ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളടുത്ത് എന്താണ് ഏഞ്ചൽ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് യൂണിവേഴ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. യെസ്, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമയം ഫുള്ള് ഡിവൈൻ പ്ലാനിങ് ആണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയോ നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കൾ ചെയ്ത കർമ്മയുടെ ഭാഗമായിട്ട്, അതായത് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പന്മാർ മുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്തും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ സമയം അനുഭവിക്കാം എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും അവർ ചെയ്ത് വെച്ചിരിക്കുക അവരുടെ ചില കർമ്മകളും തീർക്കേണ്ട ഒരു സമയമായിട്ട് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് മാറുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കർമ്മ ഈ സമയത്ത് ഒരുപാട് ക്ലെൻസ്ഡ് ആവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കർമ്മ ക്ലെൻസ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊന്നും കണക്റ്റഡ് ആവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് സ്വഭാവമായിരിക്കും, ഒരു വിഷമമായിരിക്കും. ഒന്നും ആലോചിക്കാണ്ട് വെറുതെ ഇരുന്ന് ബാഡൻ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉള്ളിൽ വേറെ ആരോ കയറി എന്തോ പ്രവർത്തിക്കുന്ന കണക്കൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. എല്ലാം ഒരു യാന്ത്രികമായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻസിലായിട്ട് കാണാൻ പറ്റും. ചില ആൾക്കാർ ചില ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, ഒരു സൊല്യൂഷൻസും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വരും. ഭയങ്കരമായിട്ടും പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലായിട്ടും ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഈവൻ റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും ഫിനാൻസിലായാലും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന, നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ദീർഘശ്വാസം വിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗൺ സിറ്റുവേഷനിലായിരിക്കും. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ ആ വ്യക്തിയുടെ അടുത്ത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് ഇഷ്ടം ഭയങ്കരമായിട്ടും തോന്നി തുടങ്ങുന്നത്, ആ സമയം തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ അതാണ് പറഞ്ഞത്, സ്വരം നന്നാവുന്ന സമയത്ത് പാട്ട് നിർത്താൻ വേണ്ടി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഇത് ഡിവൈനായിട്ട് ചെയ്യുന്നൊരു പ്ലാനായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു വാല്യൂ പോകുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു എനർജി നഷ്ടമാവുന്ന സമയത്ത്, നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു കോൺഫിഡൻസ് നഷ്ടമാവുന്ന സമയത്ത്, നിങ്ങളുടെ സമയം ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സും, അല്ലെങ്കിൽ നിങ്ങളെ അടുത്തൊരു പാതയിലോട്ട്, അടുത്തൊരു വലിയൊരു പർപ്പസിലോട്ട്, അല്ലെങ്കിൽ അടുത്ത വലിയൊരു എനർജിയിലോട്ട് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് ഈഗോപരമായിട്ടുള്ള സിറ്റുവേഷൻസ് തോന്നിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് തോന്നിയേക്കാം. ആ വ്യക്തി കാരണമാണ് എൻ്റെ ലൈഫ് നശിപ്പിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് എൻ്റെ ലൈഫ് നശിക്കാൻ വേണ്ടി കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതൊക്കെ കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ഇഷ്യൂസായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവിടെ വേസ്റ്റ് ആക്കിയോ, ഒന്നിനും വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരുപാട് ഞാൻ ഡിസിഷൻ എടുത്ത, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം എന്ന് പറയുന്നത് ഇത് ഡിവൈൻ പ്ലാനാണ്. ഇത് വ്യക്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ പ്ലാൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങളിലോട്ടായിരിക്കണം കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സമയം നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിലോട്ട് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യണം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആരോഗ്യം, ഈ സമയത്ത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് വിഷമം കാണാൻ പറ്റുന്നു. ചെറിയൊരു ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഡ്രെയിൻ ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇൻസെക്റ്റുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് എനർജി മൂലം കയറുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ണേറ് കമ്പയർ ദൃഷ്ടിദോഷം മാത്രമല്ല ഈ സമയത്ത് നിങ്ങൾക്ക് വരുന്നത്, ആരോഗ്യപരമായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, ആഹാരത്തിലുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസിലാണ് എന്നുണ്ടെങ്കിലും ഈ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൈമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങളെക്കാളും മനസ്സിലാക്കുന്ന ഒരു ഡിവൈൻ പ്ലാൻ ഈ സമയത്ത് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത്
നിങ്ങൾക്ക് ഈ സമയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല നിങ്ങൾക്ക് സക്സസ്സോ നിങ്ങൾ വിചാരിക്കുന്ന കണക്കോ അല്ല നിങ്ങൾക്ക് എനർജിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈൻ പ്ലാൻ അനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ സഡൻലി മാറിക്കൊണ്ടിരിക്കുന്നത്, സഡൻലി സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആഹാരം മേടിച്ച് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ആഹാരം ആ ടേസ്റ്റിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോൾ. നിങ്ങൾ മുന്നേ കഴിച്ച അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ആഗ്രഹിച്ച് മേടിച്ച് കഴിച്ച സാധനങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലാണ്ട് പോകും. നിങ്ങൾ ആഗ്രഹിച്ച് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും. അങ്ങനത്തുള്ള ഒരുപാട് സിറ്റുവേഷൻസ് മേ ബി ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നേക്കാം, മേ ബി. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ സോള് നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വഴി ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നൊരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ വഴി മാത്രമല്ല, ഇൻറ്റ്യൂഷൻസ് വഴിയും സ്വപ്നങ്ങൾ വഴിയും നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഒരുപാട് ഐക്യം നിങ്ങൾക്ക് ഈ സമയത്ത് വർദ്ധിക്കുന്നുണ്ട്. ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ സമയത്ത് നിങ്ങൾക്ക് വർദ്ധിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസിലോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി, അല്ലെങ്കിൽ കോൺഫിഡൻസിലോട്ട് നിങ്ങൾക്ക് എങ്ങനെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ വിധി, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി ഒക്കെ മറിയുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാർ, നിങ്ങൾ വിചാരിക്കാത്ത എനർജീസ് ഒക്കെ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റു കാര്യങ്ങളോട്ടൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഡിവൈൻ പ്ലാനിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് കിട്ടത്തുള്ളൂ. കൂടുതൽ ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം മാറി എന്ന് തോന്നിക്കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് നിങ്ങൾ സക്സസ്സിൽ എത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങും. സോ ബി കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു കൺഫ്യൂഷൻ സിറ്റുവേഷനിലൊക്കെ മേ ബി കടന്നു പോവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ പരമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. അതുമാത്രമല്ല, എന്താ പറയുക, ഒരു മുൾമുലയിൽ നിന്നതിന് ശേഷം അവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ മേ ബി നിങ്ങൾക്ക് ഈ സമയത്ത് കടന്നു പോകേണ്ടി വരും. ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു, ഞാനിത് എന്തിൻ്റെ ലൂപ്പിലാണ് പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരുടെ ലൂപ്പിലാണ് പെട്ട് കിടക്കുന്നത്, ഫ്രണ്ട്സിൻ്റെതാണോ അല്ലെങ്കിൽ ഫാമിലിയുടേതാണോ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ എനിക്ക് തരണം ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് മാത്രം എന്തുകൊണ്ട് എനിക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, ഞാൻ ഇപ്പോഴും എനിക്കൊരു മനസ്സമാധാനം ഇല്ലാത്ത ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ വിധി ഇങ്ങനെയായി, അല്ലെങ്കിൽ ഫാമിലി ചെയ്ത് വെച്ച സിറ്റുവേഷൻസ് ആണോ, അല്ലെങ്കിൽ കൂടോത്രം ചെയ്താണോ, ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം നിങ്ങൾ കടന്നു പോകേണ്ട എല്ലാ സിറ്റുവേഷൻസ് വരണം എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ ടൈം പീരീഡ് മാറുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോൾ കോൺട്രാക്റ്റ് മാത്രമല്ല, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് വഴിയും ഒരുപാട് സ്വപ്നങ്ങൾ വഴിയും നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആവുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അവേക്കനിങ് പേഴ്സൺ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഒരുപാട് കർമ്മ ഈ സമയത്ത് നിങ്ങൾ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഒരുപാട് ഡിവൈൻസ് നിങ്ങളുമായിട്ട് അടുക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പഴയ ഒരു സമയം പോയതിനു ശേഷം പുതിയൊരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു കോമ്പറ്റീഷൻ ഫീൽഡായിട്ടാണ് അവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ടോട്ടലി നിങ്ങൾ ചേഞ്ച് ആക്കി മാറ്റേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഇവിടെ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പല രീതിക്കുള്ള ചിന്തകൾ പരമായിട്ടായിരിക്കണം, പല നെഗറ്റീവ് പരമായിട്ടുള്ള പ്രോബ്ലംസ് പരമായിട്ടായിരിക്കണം, നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ലൂപ്പ് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കണം, മൂഡ് സ്വിങ്സ് സിറ്റുവേഷൻസിലായിരിക്കണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ തന്നെ 2 എനർജിയാണ് തന്നിരിക്കുന്നത്. ഡിവൈൻ നിങ്ങൾക്കിവിടെ 2 എനർജി തന്നിട്ടുണ്ട്. ഒന്ന് കൈ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഫയർ എനർജിയും 2 വാട്ടർ സൈനുമാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഫയർ എനർജി, അതായത് നിങ്ങളെ ശമിപ്പിക്കാനുള്ള ഒരു വെള്ളം, അതായത് ഫയർ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ സൈൻസ് തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, 2 കൈയുണ്ട്. സോ
നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്. സോ ഇവിടെ ഇപ്പം മേജർലി എനിക്കിവിടെ ഇൻറ്റ്യൂഷൻസ് കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്ക് സ്വപ്നം വഴിയും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വഴിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിവൈൻ കാണിച്ചു തരാനും നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് അടുക്കാനും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സും അനുഗ്രഹവും വരേണ്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു മാനസികമായിട്ടുള്ള സന്തോഷം, ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ വേണ്ടിയിട്ട് ഡിവൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഇന്നല്ല ഒരു ടൈം പീരീഡിലത്തേക്ക് നിങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും എല്ലാം മാറി നിങ്ങളുടെ സോൾ അവേക്കനിങ് ആക്കിയിട്ട് നിങ്ങളെ കൂടുതലും നിങ്ങളുടെ ലൈഫിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡിവൈൻ ചെയ്യുന്നൊരു പ്ലാനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ ഒരുപാട് തീരുമാനങ്ങളും കാര്യങ്ങളും നിങ്ങൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഡിവൈനും ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ നിങ്ങൾക്കൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി വരുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു ഭയങ്കര ഡിസിഷൻ, ഒരു തീരുമാനം, നിങ്ങളുടെ ലൈഫിലൊരു ബിഗ് ഡിസിഷൻ എടുക്കേണ്ട, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് വന്ന് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സമയം, ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ മെസ്സേജാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബൈ, ടാറ്റ, സീ യു.